ഹലോ ഫ്രണ്ട്സ്, ഇത് ജെനി എന്ന കഥയുടെ 7ാം ഭാഗമാണ്. അപ്പം എല്ലാവരും കഥ കേൾക്കുക. ഇതുവരെയും എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. അപ്പം ഈ കഥയും കേൾക്കുക കേട്ടോ. അപ്പം നമുക്ക് കഥയിലേക്ക് പോകാം. ഞാനും ജെനി ചേച്ചിയും ഉമ്മറത്തിരുന്ന് മാങ്ങ കഴിക്കുകയായിരുന്നു. പഴുത്ത മാമ്പഴം അത് കടിച്ചു തിന്നുന്ന ജെനി ചേച്ചിയൊക്കെ നോക്കുമ്പോൾ ഒരു കുട്ടിയെപ്പോലെ എനിക്ക് തോന്നി. അയ്യേ ചേച്ചി, ഇതേ ചുണ്ടിലെല്ലാം പറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ ചേച്ചിക്ക് ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് ചേച്ചി എന്നെ നോക്കി. പഴുത്ത മാമ്പഴമല്ലേടാ, അത് കടിച്ചു തിന്നുമ്പം അത് ചുണ്ടിലൊക്കെ പറ്റിയിരിക്കില്ലേ? നീ എന്താ ഇങ്ങനൊക്കെ ഒന്നും അറിയാത്തതുപോലെ? ചേച്ചി അത് പറയുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചു. എന്തായിരിക്കും ചേച്ചി അങ്ങനെ പറയാനുള്ള കാരണം? ശരിക്കും മാങ്ങ പുളി കഴിക്കുന്നതിനെക്കാട്ടിലും ടേസ്റ്റ് അത് കടിച്ചു തിന്നാനാണെന്ന് ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു. അതാണ് ജെനി ചേച്ചിക്കും എനിക്കും ഇഷ്ടം. ആ മുഴുവൻ മാങ്ങയും പകുതിയും കഴിച്ചു കഴിഞ്ഞപ്പോൾ ജെനി ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, ഓ, മുഴുവൻ കഴിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ എന്തൊരാശ്വാസം, ഒന്നുകൂടെ കിട്ടിയായിരുന്നെങ്കിൽ. ഇല്ലേടാ, വേറെ നോക്കിയാലോടെ നമുക്ക്? ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു ചേച്ചി, അപ്പുറത്തെ പറമ്പാണത്, അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ പേരുടെയും കാലും കൈയും കാണത്തില്ല എന്ന് പറയുന്ന സമയത്ത് തന്നെ ചേച്ചി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എടാ പൊട്ടക്കണപ്പാ, നീ ഒരു പേടി തൊണ്ടനായപ്പോല്ലോ, നമുക്ക് എന്തൊക്കെയാലും ഒന്നുകൂടെ ചാടി നോക്കിയാലോ? ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു മോളെ വേണ്ട, പിന്നെ പണി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ടുപേർക്കും കിട്ടുവേ. ഞാൻ കുറച്ചു നേരം ജെനി ചേച്ചിയെ ഒന്ന് നിരുത്സാഹപ്പെടുത്തി അവിടെ ഇരുത്തി. അതിനുശേഷം ഞാൻ മുകളിലേക്ക് നോക്കി. നല്ല മാമ്പഴങ്ങൾ നിൽപ്പുണ്ട്. ശരിക്കും ജെനി ചേച്ചി ഒരു മാമ്പഴ കൊതിച്ചയാണ്, അതെനിക്ക് തന്നെ മനസ്സിലായി. പിന്നെ ഞാനത് പറഞ്ഞില്ല എന്ന് മാത്രം. ജെനി ചേച്ചി എൻ്റെ അടുത്ത് പെട്ടെന്ന് ചോദിച്ചു, നിനക്ക് ഏത് മാമ്പഴം ഇഷ്ടം? നിനക്ക് പച്ച മാങ്ങയാണോ ഇഷ്ടം, അതോ കണ്ണിമാങ്ങയാണോ ഇഷ്ടം, അതോ പഴുപ്പാണോ ഇഷ്ടം എന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ തന്നെ പറഞ്ഞു, എനിക്ക് പഴുപ്പ് മാമ്പഴം ഇഷ്ടമാണ്, പിന്നെ ഇത്തിരി പുളി വേണം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് കഴിക്കാൻ പറ്റൂ. നിന്റെ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ കൊള്ളാം, പക്ഷേ മധുരമുള്ള മാമ്പഴത്തിനാണ് ടേസ്റ്റും കാര്യങ്ങളൊക്കെ കൂടുതൽ എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു, ചേച്ചി പുളിയുള്ള മാമ്പഴം കഴിക്കാനായിട്ടാണ്. അതിൻ്റെ ടേസ്റ്റ് നമുക്ക് ഇഷ്ടപ്പെട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കത് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ തോന്നും. അതങ്ങനെയാണ് ചേച്ചി, ഓരോന്നും നമ്മൾ കഴിക്കുന്ന സമയത്ത് അതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്ന സമയത്ത് ചേച്ചി ഒരുപാട് ചിന്തിച്ചു. ഞാൻ പറയുന്ന കാര്യത്തിനും ഇതെന്തോ അഭിപ്രായം ഉണ്ടെന്നാണ് തന്നെ ചേച്ചിക്കും തോന്നി. ശരിക്കും ഞാൻ പറഞ്ഞതിൻ്റെ ഔചിത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കാര്യമാണെങ്കിലും ശരിയെ നമ്മൾ ഇഷ്ടപ്പെട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് രുചി കൂടും എന്നത് തന്നെയാണ്. ചേച്ചിക്ക് അത് മനസ്സിലായി എന്നെനിക്ക് തോന്നി. സമയം അപ്പോൾ 4 മണി കഴിഞ്ഞിരുന്നു. ചേടാ, ഇന്ന് മഴയൊന്നും പെയ്തില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു പൊടിച്ചാറ്റൽ എൻ്റെ മുഖത്തേക്ക് അടിച്ചു കയറി. ചെറിയ കാറ്റ് വീശുന്നുണ്ടായിരുന്നു. തൊട്ടപ്പുറത്ത് കിടന്ന മരവും കാര്യങ്ങളും എല്ലാം ആടുന്നുണ്ട്. എല്ലാം നല്ല കാറ്റ് നല്ല ശക്തിയായിട്ട് വീശാൻ തുടങ്ങിയിട്ടുണ്ട്. മഴ വരും എന്നുള്ള കാര്യത്തിൽ എനിക്കും ജെനി ചേച്ചിക്കും യാതൊരു സംശയവുമില്ല. ജെനി ചേച്ചി മുകളിൽ തൂക്കിയിട്ടിരിക്കുന്ന ആ തുണിയും കാര്യങ്ങളൊക്കെ അത് നനയും എന്നുള്ള ഒരു ടെൻഷൻ ഞങ്ങൾക്ക് രണ്ടുപേർക്കുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ മഴ പെട്ടെന്ന് പെയ്യാൻ തുടങ്ങി. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാനും ജെനി ചേച്ചിയും പെട്ടെന്ന് ഇറങ്ങി ഓടി. മുറ്റത്തെ വരാന്തയിൽ നിന്ന് ഓടുന്ന സമയത്ത് ജെനി ചേച്ചി വളരെ വേഗത്തിലായിരുന്നു. ആ സമയം ആദ്യമായിട്ടായിരുന്നു ജെനി ചേച്ചി ഇത്രയും വേഗത്തിൽ ഭയന്നോടുന്നത് ഞാൻ കാണുന്നത്. തുണി പറക്കാനുള്ള വെപ്രാളമാണെന്ന് എനിക്ക് തോന്നി. ചേച്ചി വീഴല്ലേ എന്ന് പറഞ്ഞ് ഞാനും പിന്നാലെ ഓടി. കാരണം സ്റ്റെയറിൽ വളരെയധികം തെന്നിക്കിടക്കുക തന്നെയായിരുന്നു ആ നിമിഷം. ഞാനും ജെനി ചേച്ചിയും കൂടെ ഓരോ ഡ്രസ്സും വാരിയെടുത്തു. ശേഷം ഓരോന്നോരോന്നായിട്ട് പെട്ടെന്ന് തന്നെ മഴയ്ക്ക് മുമ്പ് താഴേക്ക് കൊണ്ടുവന്നു. പിന്നെ അതെല്ലാം എവിടെയെങ്കിലുമൊക്കെ വിരിച്ചിടണമല്ലോ, അതൊരു പണിയായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ ജെനി ചേച്ചിയോട് പറഞ്ഞു, ഞാനും സഹായിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ തുണികളും ഞാനും ആ കസേരയിലും പിന്നെ ഡോറിലും എല്ലായിടത്തും വിരിച്ചിട്ടു. ആ സമയം ജെനി ചേച്ചി ഒരുപാട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് അണയ്ക്കുന്നുണ്ടായിരുന്നു. എന്തോ അത്രയും നേരം ഓടിക്കിതച്ചതല്ലേ, അതിൻ്റെ അണപ്പായിരിക്കും എന്ന് തന്നെ ഞാനും കരുതി. പെട്ടെന്ന് ജെനി ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ കുഴഞ്ഞടാ, നിനക്കിത്രയും ഓടിയിട്ടും ഈ സ്റ്റെപ്പ് കയറിയിട്ടൊന്നും അത്രയും കിതപ്പൊന്നും കാണുന്നില്ലല്ലോ, നീ ആളെ കൊള്ളാലോ എന്ന് ജെനി ചേച്ചി പറയുന്ന സമയത്ത് ഞാൻ ജെനി ചേച്ചിയോട് ഒന്ന് പുകഴ്ത്തിക്കൊണ്ട് തന്നെ ഒരു സ്വയം പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞു, ഞാൻ അത്യാവശ്യം സ്റ്റാമിന ഉള്ള ആളാണ്, നീ എന്താ ഡെയിലി ബൂസ്റ്റാണോ കഴിക്കുന്നത് എന്ന് ജെനി ചേച്ചി ചോദിക്കുന്ന സമയത്ത് ഞാൻ ചിരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു, അതെ അതെ, ബൂസ്റ്റും മുട്ടയും അത് തന്നെയാണ് എൻ്റെ സ്പെഷ്യലായിട്ടുള്ള കാര്യം. ഇപ്പോഴത്തെ ആമ്പിള്ളേരെല്ലാം ഇതൊക്കെ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്യുമല്ലോ, പിന്നെ ജിമ്മിൽ പോകുന്ന പിള്ളേരെല്ലാം ഇതൊക്കെ കഴിക്കുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നീ ജിമ്മിൽ പോയിക്കൂടെ, കുറച്ചുകൂടെ ശരീരം പുഷ്ടിയാവുമല്ലോ
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഞാൻ ജനിച്ചെടുത്ത് വീണ്ടും ചോദിച്ചു, എൻ്റെ ശരീരത്തിന് എന്താ പുഷ്ടിക്കുറവ്? ഞാൻ ഓക്കെ അല്ലേ ചേച്ചി? ഒന്ന് നോക്കിയേ, ദേ എൻ്റെ മസിൽ നോക്കിയേ, ആ കണ്ടോ, അത്യാവശ്യം അടിപൊളിയാണല്ലോ. ഉവ്വ ഉവ്വ. ഈ ജിമ്മിൽ പോകുന്ന ആൾക്കാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിലടാ ഇതുപോലൊന്നും ആയിരിക്കില്ല. നല്ല ആ ഒരു ശരീരപുഷ്ടിയും കാര്യങ്ങളൊക്കെ കാണും. പിന്നെ അവരുടെ കാലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ദേ ഈ പറയുന്ന പോലെ തടിയുടെ അത്രയും കാണും. അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ് ജിമ്മിൽ പോകുന്നവര്. അപ്പം ആ ഒരു ലെവലിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ നീ കറക്റ്റായിട്ട് ജിമ്മിൽ പോയി കഴിഞ്ഞാൽ എല്ലാം അടിപൊളിയാവും. ചേച്ചിയുടെ വാക്കുകൾ ഒരു നിമിഷം ഞാൻ കേട്ടുകൊണ്ടേയിരുന്നു. ചേച്ചി അത്യാവശ്യം മോഡേൺ സ്റ്റൈലും കാര്യങ്ങളൊക്കെ അങ്ങനെ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിലും പിന്നെയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫിറ്റ്നസിൻ്റെ കാര്യങ്ങളൊക്കെ അത്രയും ഫോക്കസ് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. പക്ഷേ ചേച്ചി ഇപ്പം അതെല്ലാം ചെയ്യുന്നുണ്ടെന്ന് അറിയുമ്പം എനിക്ക് ഒരുപാട് സന്തോഷമായി. ഞാൻ ആ നിമിഷം ചേച്ചിയോട് തന്നെ ചോദിച്ചു, ചേച്ചിക്ക് കൂടെ വന്നൂടെ ജിമ്മിൽ? അവിടെ ആണെന്നുണ്ടെങ്കിൽ യൂണിസെക്സ് ആയിട്ടുള്ള ജിമ്മും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം എല്ലായിടത്തും അത് അവൈലബിൾ തന്നെയാണ്. ഒരുമിച്ചൊക്കെ വർക്കൗട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു നല്ല പ്രാക്ടീസ് ആയിരിക്കില്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചേച്ചിക്ക് കൂടെ വന്നൂടെ? പെട്ടെന്ന് ജനിച്ചേച്ചി എൻ്റെ അടുത്ത് തന്നെ പറഞ്ഞു, അതൊന്നും പറ്റില്ലടാ, ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ആകെപ്പാട് പണിയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതെല്ലാം കളഞ്ഞിട്ട് ഇവിടുത്തെ ഈ അതിയാൻ്റെ പരവേശവും കാര്യങ്ങളും കളഞ്ഞിട്ട് ഞാൻ എങ്ങനെയാണ് അവിടേക്ക് വന്ന് നിൽക്കുക? അതൊക്കെ ചേച്ചി എൻ്റെ അടുത്ത് പറയുന്ന സമയത്ത് ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ഇതൊന്ന് നോക്കി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഫിറ്റ്നസ്സും കാര്യങ്ങളും ഒന്നും കണ്ടുപോകാൻ പറ്റില്ല കേട്ടോ. ചേച്ചിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്ത് നോക്കുക, അല്ലാതെ ഞാനെന്ത് പറയാനാ ചേച്ചി? പെട്ടെന്ന് ചേച്ചി എന്നെ നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ പോയില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് ഇപ്പം നീ ഒന്ന് പോയി സെറ്റാവുന്നത് ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ നീ കുറച്ച് മസിലും അടിപൊളിയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അത് കാണാൻ നല്ലത് തന്നെയല്ലോ എന്ന് ചേച്ചി പറയുമ്പോൾ ഞാൻ തന്നെ ആലോചിച്ചു, ചേച്ചിക്ക് ഇതെന്ത് പറ്റി? എന്നെ ഇത്രയും അടിപൊളിയാക്കിയിട്ട് ചേച്ചിക്ക് എന്ത് നേട്ടമാണുള്ളത് എന്ന് വിചാരിച്ച സമയത്ത് ചേച്ചി എന്നെ പറഞ്ഞു, എടാ നീ ഇങ്ങനെ വിചാരിച്ചിരിക്കുന്നു വേണ്ട, നീ കുറച്ച് ലുക്കായിട്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അത് നല്ലത് തന്നെയാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ നിനക്ക് വേണ്ട പോഷകാഹാരങ്ങളും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരാമല്ലോ, എനിക്കതിനകത്ത് മടിയൊന്നുമില്ല കേട്ടോ എന്ന് ചേച്ചി പറയുന്ന സമയത്ത് ഞാൻ തന്നെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്നാൽ പിന്നെ ആയിക്കോട്ടെ, നമുക്ക് നാളെ തന്നെ പോയി തുടങ്ങാം ജിമ്മിൽ. പെട്ടെന്ന് ചേച്ചി കണ്ണു മിഴിച്ച് എന്നെ നോക്കി. നമ്മളോ? അതെ, നമ്മൾ തന്നെ, നമ്മൾ രണ്ടുപേരും കൂടെ നാളെ ജിമ്മിൽ പോകുന്നു. എന്തേ, അത് ഇഷ്ടപ്പെട്ടില്ല ചേച്ചിക്ക് എന്ന് പറയുമ്പോൾ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ ചെക്ക, നീ ചുമ്മാ കളിക്കല്ലേ, നീ അങ്ങ് പോയാൽ മതി, വെറുതെ എന്നെ കൂട്ടാൻ നിൽക്കണ്ട. പെട്ടെന്ന് ഞാൻ ചിരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു, എൻ്റെ ചേച്ചി ഞാൻ പോകുന്നുണ്ടെങ്കിൽ ചേച്ചിയും കൊണ്ടേ പോകത്തുള്ളൂ, അപ്പം ചേച്ചി വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ പോകും, ഇല്ലെങ്കിൽ ഞാൻ പോകത്തില്ല എന്ന് പറഞ്ഞു. ചെറുക്കൻ്റെ കാര്യം നമുക്ക് നോക്കാം, ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ആകെ സമ്മതിക്കുമെന്നൊന്നും അറിയില്ല, ഞാനൊന്ന് ചോദിച്ചൊക്കെ നോക്കട്ടെ. പിന്നെ അവിടെ എല്ലാം സമ്മതിച്ചു കഴിഞ്ഞാൽ നീ അവിടെ കാണുമല്ലോ, അപ്പം നമുക്ക് ജിമ്മിൽ വെച്ചൊന്ന് മീറ്റ് ചെയ്യാം എന്ന് ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു. ഇതെല്ലാം പറയുന്ന സമയത്ത് തന്നെ ചേച്ചിയുടെ മുഖത്ത് നല്ല ഹാപ്പിനെസ് ഉണ്ടായിരുന്നു. പുറത്ത് മഴ പെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ഞാൻ പുറത്തേക്ക് നോക്കി, ചേച്ചി മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ, ഇന്നലത്തെ പോലെ ഇന്നും കറണ്ട് പോക്കാടാ, നേരത്തെ മെഴുകുതിരിയും കാര്യങ്ങളൊക്കെ തപ്പിത്തടച്ച് വെച്ചേക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ നാളെ പണിയായിരിക്കും. പിന്നെ ഞാൻ പെട്ടെന്ന് ചേച്ചിയുടെ തന്നെ ഓർമ്മിച്ചു, ചേച്ചി വേണമെന്നുണ്ടെങ്കിൽ കോഴിക്കോട് ഇപ്പം തന്നെ അടച്ചിരട്ടോ, അല്ലെന്നുണ്ടെങ്കിൽ രാത്രിയാകുമ്പോൾ പിന്നെ നമ്മളത് അടയ്ക്കാൻ പിന്നെ പോകേണ്ടി വരും എന്ന് ചേച്ചിയെടുത്ത് പറയുമ്പോൾ, നിനക്കെല്ലാം നല്ല ദീർഘവീക്ഷണം ഉണ്ടല്ലോ എൻ്റെ കുട്ടാ, നിനക്ക് ഇവിടെ തന്നെ താമസിച്ചൂടെ എന്ന് ചേച്ചി എൻ്റെ അടുത്ത് തമാശയായിട്ട് പറഞ്ഞു. പക്ഷേ ചേച്ചി അങ്ങനെ പറഞ്ഞെങ്കിലും അതിനകത്ത് എനിക്കൊരു അത്ഭുതമൊന്നും തോന്നിയില്ല. അത് എനിക്കും തോന്നി എന്തോ ഞാൻ ഈ വീടുമായിട്ട് അറ്റാച്ച്ഡ് ആവുന്ന പോലെ. പെട്ടെന്ന് ഞാൻ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചിക്ക് തോന്നുന്നുണ്ടോ ഞാനിവിടെ ഒരുപാട് അറ്റാച്ച്ഡ് ആവുന്ന പോലെ? എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ സംസാരിക്കുമ്പോഴും, പിന്നെ എപ്പോഴാണെങ്കിലും ശരി തന്നെ എൻ്റെ മൈൻഡിലാണെങ്കിൽ ഇവിടെ നിൽക്കണമെന്ന് തോന്നുന്നുണ്ട്, വീട്ടിൽ പോകണ്ടെന്നും അങ്ങനെ എനിക്കെപ്പോഴും തോന്നുന്നുണ്ട്. ചേച്ചിക്ക് എങ്ങനെ തോന്നിയോ? അങ്ങനെ പറയുന്ന സമയത്ത് തന്നെ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ എനിക്കും തോന്നിയിട്ടുണ്ട് നീ ഒരുപാട് അറ്റാച്ച്ഡ് ആവുന്ന പോലെ. എൻ്റെ അടുത്താണെങ്കിലും ഈ വീട്ടിലാണെങ്കിലും നിന്നെ അങ്ങനെ വിട്ടുകളയാൻ തോന്നുന്നില്ല. സംസാരിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നേരം സംസാരിച്ചിരിക്കാൻ തോന്നും, പിന്നെ കുറേ നേരം അടുത്തിരിക്കാൻ തോന്നും. അങ്ങനെയൊക്കെ നിനക്കൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അത് ചില ആളുകൾക്ക് തോന്നുന്ന ഒരു കാര്യമാണ്. നമുക്ക് കംഫർട്ടായിട്ടുള്ള ആൾക്കാരെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളങ്ങനെ വിടില്ലല്ലോ. അതുപോലെ തന്നെയാണ് നിൻ്റെ കാര്യം. നിനക്ക് അത്യാവശ്യം നല്ല കണക്ക് സംസാരിക്കാൻ കഴിവുണ്ട്. അതായിരിക്കും ഒരുപാട്
എന്നെയും ഈ വീടിനെയും ഇങ്ങനെ അറ്റാച്ച്ഡ് ആക്കുന്നത്. അത് ചേച്ചീൻ്റെ അടുത്ത് പറയുന്ന സമയത്ത് തന്നെ ഞാനത് ശ്രദ്ധിച്ചു. ദേ ജിനി ചേച്ചി, മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നല്ല ഉറച്ച മഴയാണല്ലോ ഇന്ന് പെയ്യുന്നത്. ഇന്ന് കറണ്ട് പോകും, അത് എനിക്ക് കാണണം. അതെന്താടാ, നിനക്കങ്ങനെ കറണ്ട് പോകുന്ന ഒരുപാട് ഇഷ്ടമായി തുടങ്ങിയോ എന്ന് ചിന്തിച്ച് ചോദിച്ചപ്പം ഞാൻ പറഞ്ഞു, അതെ, കറണ്ട് പോകുന്ന എനിക്കിപ്പം ഒരുപാട് ഇഷ്ടമാണ്. ആ ഇരുട്ടത്തിരിക്കാനും ഇന്നത്തെ ദിവസം കറണ്ട് പോകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കും. പെട്ടെന്ന് ജനിച്ചേച്ചി അത്ഭുതത്തോടെ എന്നെ നോക്കി. അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? കറണ്ട് പോകുന്ന ആർക്കെങ്കിലും അങ്ങനെ ഇഷ്ടത്തോടെ നോക്കിയിരിക്കാൻ പറ്റുമോ? അത് എന്തൊരു ബുദ്ധിമുട്ടാ. നിനക്കത് ഇത്ര ഇഷ്ടപ്പെടാൻ കാരണം എന്താ? ഇന്ന് കറണ്ട് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന മറ്റൊന്നുകൊണ്ടല്ല. മെഴുകുതിരി ഞാൻ കത്തിച്ച് വെക്കും. ഒരു മെഴുകുതിരിയല്ല, 2 മെഴുകുതിരി. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ജനിച്ചേച്ചി സാരി ഉടുത്തിട്ട് വരണം. എടാ ചെറുക്ക, നീ ഇതുവരെ അത് വിട്ടില്ലേ? ഞാൻ എന്ന് വെച്ചാൽ ഞാൻ ആദ്യം അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ, അല്ലാതെ എപ്പോഴും അങ്ങനെ സാരി ഉടുത്തോണ്ട് വരുന്ന ഒരാളൊന്നുമല്ല ഞാൻ. അങ്ങനെ ജനിച്ചേച്ചി ഒഴിഞ്ഞു മാറാൻ തുടങ്ങി. ചേച്ചി എന്തൊക്കെയായാലും ഇന്ന് സാരി ഉടുത്തേ പറ്റത്തുള്ളൂ, അല്ലാതെ ഇന്ന് ഉറങ്ങത്തില്ല. 2 പേരായാലും ശരി തന്നെ ഇവിടെ ഇരിക്കും എന്ന് ഞാൻ തറപ്പിച്ചെന്നെ പറയുമ്പോൾ ചേച്ചി എന്നെ പറഞ്ഞു, ഈ ചെറുക്കൻ്റെ കാര്യം, ഞാൻ എന്തൊക്കെയാലും പോയി ഒന്ന് ഫ്രഷായിട്ട് വരട്ടെ. അപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു, നേരത്തെ ഫ്രഷ് ആവാൻ പോയതെന്നൊക്കെ ആവരുത്. പിന്നെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ചേച്ചി അവരുടെ പിന്നാലെ അങ്ങ് പോകും. എൻ്റെ കാര്യം അങ്ങ് മറന്നും പോകും. അതെനിക്കറിയാവുന്ന കാര്യമാണ്, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഇന്ന് എന്തൊക്കെയായാലും അവിടെ പോയി കുളിച്ച് ഫ്രഷായി ശേഷം ആ ഒരു ബോഡി ലോഷനും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത്, പിന്നെ ആ ഒരു വർണ്ണപ്പകിട്ടുള്ള ചേച്ചിയുടെ ആ കല്യാണ സാരി ആ ഒളിച്ചോടി പോയ സമയത്തിട്ട് അത് മാത്രം എടുത്തിട്ട് വന്നാൽ മതി എന്ന് ഞാൻ പറയുന്ന സമയത്ത് ചേച്ചിയുടെ മുഖത്ത് ഒരു പുഞ്ചിരി വന്നു. ആ ടൈമിൽ ഞാൻ ചിരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു, പോയിട്ട് വാ എൻ്റെ കുട്ടി എന്ന് പറഞ്ഞ് ഞാൻ തള്ളി വിടുന്ന സമയത്ത് ചേച്ചി അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു. പക്ഷേ കറണ്ട് പോകുന്ന സമയത്ത് നല്ല ചൂടുണ്ട്. ചൂടെന്ന് വെച്ചാൽ ചെറിയ ചൂടൊന്നുമല്ല, നന്നായിട്ട് വിയർക്കും. ചുമ്മാ നിന്നാൽ മതി, നന്നായിട്ട് വിയർത്തു പോകും. അമ്മാരി ചൂടാണെന്നേ. ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്തായിരുന്നു ഞാൻ ജനിച്ചേച്ചിയെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത്. അങ്ങനെ ജനിച്ചേച്ചി വാഷ്റൂമിലേക്ക് പോയ സമയത്ത് തന്നെ കറണ്ട് പോയി. ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ എന്തോ നല്ല രസമുണ്ടായിരുന്നു. ആ കറണ്ട് പോയ സമയത്ത് തന്നെ ഞാൻ 3 മെഴുകുതിരി കത്തിച്ചു വെച്ചു. ഒന്ന് ടേബിളിൻ്റെ പുറത്തും, പിന്നെ തൊട്ടടുത്ത ആ ഒരു ഷോക്കേഴ്സിൻ്റെ അടുത്തും, പിന്നെ തൊട്ടടുത്ത് മുറിയുടെ അടുത്തും ആ ഒരു 3 മെഴുകുതിരി വെച്ച് ജനിച്ചേച്ചി ഇറങ്ങി വരുന്ന സ്ഥലത്ത് ഒന്ന് മാത്രമായിരുന്നു. അതാണ് വാഷ്റൂമിൻ്റെ അടുത്ത് കത്തിച്ചത്. പിന്നെ തൊട്ടടുത്താണെന്നുണ്ടെങ്കിൽ വേറെ മെഴുകുതിരിയും കത്തിച്ച് വെച്ചിട്ടുണ്ട്. അതെല്ലാം കത്തിച്ച് വെച്ച സമയത്ത് തന്നെ എനിക്കറിയായിരുന്നു ഇറങ്ങി വരുന്ന ജനിച്ചേച്ചി അതുപോലെ അത്രത്തോളം മനോഹരിയായിട്ട് തന്നെ ആയിരിക്കും വരുന്നത്. ആ ഒരു മെഴുകുതിരി വെളിച്ചത്തിൽ, ആ ഒരു ചെറിയ മങ്ങിയ വെളിച്ചത്തിൽ കാണാൻ പറ്റുമല്ലോ, അത് തന്നെ വലിയൊരു കാര്യം എന്ന് ഞാൻ ആലോചിച്ചു. അങ്ങനെ കുറേ സമയം കഴിഞ്ഞു. ജനിച്ചേച്ചി ഇപ്പോഴും വാഷ്റൂമിൽ തന്നെയാണ് കുളിക്കാനായിട്ട്. ഞാൻ അവിടെ ഒരു ചെയറിൽ മാറിയിരുന്നു, സോഫയിലായിട്ട്. ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ ജനിച്ചേച്ചി കുളിയും കഴിഞ്ഞിറങ്ങിയെന്ന് എനിക്ക് മനസ്സിലായി. കാരണം മുറിയിൽ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അങ്ങനെ കുറേ സമയം ഞാനിങ്ങനെ കാത്തിരുന്നു. ജനിച്ചേച്ചി വരുന്നെന്ന് നോക്കിയിട്ട് മെഴുകുതിരിയുടെ പകുതിയും കത്തിത്തീർന്നിട്ടുണ്ട്. സമയം കുറേ ആയില്ലേ, അതുകൊണ്ട് തന്നെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. ശേഷം ആ ഒരു ടൈമായപ്പോൾ ജനിച്ചേച്ചി വാതിൽ തുറന്നു. പെട്ടെന്ന് ഞാൻ വാ പൊളിച്ച് ആ ഒരു കാഴ്ച ഇങ്ങനെ നോക്കി നിന്നു. എത്ര മനോഹരിയായിട്ടാണ് ജനിച്ചേച്ചി ഇറങ്ങി വരുന്നത്. കാരണം കണ്ടു കഴിഞ്ഞാൽ സിനിമാ നടികളെ പോലെ തന്നെ ഉണ്ട്. സാരി ഉടുത്തപ്പോൾ ആ ഒരു പെണ്ണിന് നല്ല എടുപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്തോ നല്ല ഒത്ത ഹൈറ്റും, പിന്നെ അതിനകത്ത് ശരീരവണ്ണമുള്ള ഒരാൾ സാരി കൊടുത്തു കഴിഞ്ഞാൽ എത്രത്തോളം മനോഹരിയാകുമോ ആ രീതിയിലായിരുന്നു ജനിച്ചേച്ചി ആ നിമിഷം. ഒരു കേരള തനിമയുള്ള നാടൻ സ്ത്രീ എന്നേ എനിക്ക് പറയാൻ കൊള്ളായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ ഒരു മുല്ലപ്പൂ കൂടെ തലയിൽ ചൂടിക്കഴിഞ്ഞാൽ എത്ര അടിപൊളിയായിരിക്കും എന്നൊക്കെ ഞാനൊന്ന് ചിന്തിച്ചു. എൻ്റെ പൊന്നോ, സൂപ്പറായിട്ടുണ്ട്, എൻ്റെ ചേച്ചി ഒന്ന് വന്നേ നോക്കട്ടെ എന്ന് പറയുമ്പോൾ ആ ഒരു മെഴുകുതിരി വെട്ടത്തിൽ നിന്ന് ജനിച്ചേച്ചി പതിയെ പതിയെ ഇങ്ങനെ നടന്നു വരുന്നുണ്ടായിരുന്നു. എടാ നീ ഇനി വന്നേ എന്ന് പറഞ്ഞിട്ട് ഞാൻ വന്ന സമയത്ത് നീ ഈ സാരിയുടെ തുമ്പൊന്ന് പിടിച്ചു തന്നേ എന്ന് പറഞ്ഞ് ജനിച്ചേച്ചി പെട്ടെന്ന് എൻ്റെ അടുത്ത് പറയുമ്പോൾ എനിക്കതൊന്നും അറിയത്തുപോലുമില്ലായിരുന്നു. ഞാൻ പറഞ്ഞു, ജനിച്ചേച്ചി എനിക്ക് അറിയത്തൊന്നുമില്ല, പിന്നെ ഞാൻ ഒക്കുന്ന കണക്കങ്ങ് ചെയ്തോളാം എന്ന് പറയുമ്പോൾ അതൊന്നും കുഴപ്പമൊന്നുമില്ല, നീ ഉള്ള കണക്ക് ചെയ്താൽ മതി. അതൊക്കെ ഒരു ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. നമുക്കൊരു സാരിത്തുമ്പൊക്കെ പിടിച്ചു തരുമ്പോൾ നമുക്ക് അതിൻ്റേതായ ഒരു രസവും കാര്യങ്ങളൊക്കെ ഇല്ലേ, ഞാൻ പിടിച്ച് നോക്കട്ടെ എന്നൊക്കെ ജനിച്ചേച്ചിൻ്റെ അടുത്ത് പറയുമ്പോൾ ഞാൻ അവിടെ മുട്ടിലിരുന്ന് ആ ഒരു സാരിത്തുമ്പും കാര്യങ്ങളൊക്കെ
പിടിച്ച് നേരെയാക്കി. എടാ, നിനക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് നീ നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ. അപ്പം പറഞ്ഞു, എനിക്കറിയത്തില്ല, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാണ്. ഓ, നീ അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ ശരിയനെ, ഇത്രയും അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നീ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നൊക്കെ ജനിച്ചേച്ചി എന്നെ പറഞ്ഞു. ആ സമയത്ത് ഞാനതൊക്കെ കേട്ടോണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ജനിച്ചേച്ചി എന്നെ നോക്കിയിട്ട് പറഞ്ഞു, നീ എന്ത് കാര്യമാണെങ്കിലും അറിയത്തില്ലെങ്കിലും അത് നല്ല വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ ശരിയനെ, അതിൻ്റെതായ പോരായ്മകളുണ്ടെങ്കിലും നിനക്ക് എല്ലാ കാര്യങ്ങളും വൃത്തിയായിട്ട് ചെയ്യാനറിയാം. മറ്റുള്ളവരെ പോലെയല്ല, എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും പിന്നെ അത് ചെയ്യാനുള്ള ആ ഒരു കഴിവും കാര്യങ്ങളൊക്കെ നിനക്കുണ്ട് എന്ന് ചേച്ചി പറയുമ്പോൾ എനിക്ക് തന്നെ അഭിമാനം കൊള്ളുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ജനിച്ചേച്ചിയുടെ വായിൽ നിന്നും അങ്ങനെയൊന്നും കേൾക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നാൽ പിന്നെ ഞാൻ ഏതെങ്കിലും പെൺപിള്ളേർക്കൊക്കെ സാരി ഉടുപ്പിച്ച് കൊടുക്കുന്ന പരിപാടിക്ക് പോട്ടെ ചേച്ചി, അതാകുമ്പം കുറച്ച് പൈസയൊക്കെ കിട്ടുമല്ലോ. ഇങ്ങനെ ഓരോ പരിപാടികളൊക്കെ ഇപ്പം നാട്ടിലിറങ്ങിയിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ജനി ചേച്ചി പെട്ടെന്നൊരു തട്ട് തട്ടി. നീ വേറെ ആർക്കും അങ്ങനെ സാരി ഉടുക്കാൻ പോണ്ട, നീ നിന്റെ പെണ്ണുമ്പിള്ളൊക്കെ ഇങ്ങനെ ഒഴിച്ച് അങ്ങനെ ചെയ്തു കൊടുത്താൽ മാത്രം മതി എന്ന് ചേച്ചി പറയുമ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അപ്പം ഞാൻ ചേച്ചിക്ക് ചെയ്തു തരുന്നല്ലോ. അപ്പം അങ്ങനെ ആയിക്കോട്ടെ, എനിക്കും ചെയ്തു തരിക, അവർക്കും ചെയ്തു കൊടുക്കുക, അല്ലാതെ നിനക്ക് വേറെ പെൺപിള്ളേരൊന്നും വേണ്ട എന്ന് ചേച്ചി കർശനമായിട്ട് എന്നെ എന്ന് പറഞ്ഞു. ആ ടൈമിൽ എനിക്ക് ഒന്നും തോന്നിയില്ല. ചേച്ചി പറയുന്ന സമയത്ത് ഒരു മൂത്ത ഒരാൾ എന്നോട് പറയുന്നത് എന്ന് പോലെ ഞാനതെല്ലാം കേട്ടിരുന്നു പോയി. ആ ടൈമിൽ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ, നന്നായിട്ട് വിയർക്കുന്നുണ്ട് കേട്ടോ, ഈ സാരി ഒന്നും കൊടുത്ത് ഇങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല, ആകെപ്പാട് ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞു, കുറച്ച് സമയമല്ലോട് ചേച്ചി, പിന്നെ ഇത്തിരി നേരം ഒന്ന് എനിക്ക് ഒരു ചെറിയ ഡാൻസൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് സാരിയെല്ലാം മാറിയിടാം. പെട്ടെന്ന് ജനിച്ചേച്ചി അത് അത്ഭുതത്തോടെ ഇങ്ങനെ നോക്കിയിട്ട് എൻ്റെ പറഞ്ഞു, എൻ്റെ പൊന്നച്ചക്ക, ഡാൻസൊന്നും എന്നെ കൊണ്ട് കഴിയുന്നില്ല, നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ വിട് എന്ന് ജനിച്ചേച്ചി പറയുന്ന സമയത്ത് ഞാൻ തന്നെ പറഞ്ഞു, ഇല്ലില്ല, എന്തൊക്കെയായാലും ഡാൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടേ ഇന്ന് നമ്മളൊന്ന് ഉറക്കമുള്ളൂ, അതൊക്കെ ആലോചിച്ചിട്ട് വന്നാൽ മതി എന്ന് ജനിച്ചേച്ചിയോട് ഞാൻ പറയുമ്പോൾ, ചെറുക്കിൻ്റെ കാര്യം എനിക്കങ്ങനെയൊന്നും വശമില്ല എൻ്റെ ചെക്ക, കുറേ കാലമായി ഇങ്ങനെയുള്ള ഡാൻസൊക്കെ കളിച്ചിട്ട്. അപ്പം കുറേ കാലമായി ഡാൻസ് കളിച്ചിട്ടുണ്ടല്ലേ? അപ്പോൾ ചേച്ചി എന്നെ പറഞ്ഞു, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ കളിക്കുമായിരുന്നു, അപ്പോൾ ഉള്ള കാര്യങ്ങളേ ഉള്ളൂ, അല്ലാതെ എനിക്കങ്ങനെ ഡാൻസ് കളിക്കാനൊന്നും അറിയില്ല എന്ന് പറയുമ്പോൾ ഞാൻ തന്നെ വിട്ടില്ല. ഞാൻ പറഞ്ഞു, ഡാൻസ് കളിച്ചിട്ട് ഇനി ജനിച്ചേച്ചി പോയാൽ മതി, അല്ലാതെ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞ് ഞാൻ ഒന്ന് വിലക്കി പിടിച്ചു. ആ ടൈപ്പിൽ തന്നെ ചെറുക്കൻ്റെ കാര്യം എന്ന് പറഞ്ഞ് നോക്കാം എന്ന് പറഞ്ഞ് സോഫയിൽ തന്നെ ഇരുന്നു. എടാ, ഞാൻ നന്നായിട്ട് വിയർക്കുന്നുണ്ടാ എന്ന് ജനിച്ചേച്ചി പറയുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചു. ശരിയാണ്, ജനിച്ചേച്ചിക്കും നന്നായിട്ട് വിയർക്കുന്നുണ്ട്, നല്ല ചൂടുണ്ട്. പക്ഷേ എനിക്ക് ആ ഒരു സമയത്തെ ആ ഒരു സന്തോഷം കളയാൻ പറ്റിയില്ല. പെട്ടെന്ന് തന്നെ അവിടെ ഇരുന്ന ബുക്കിൻ്റെ വിഷറി എടുത്ത് ഞാനിങ്ങനെ കാറ്റായിട്ട് വീശി കൊടുത്തു. കുഴപ്പമില്ല, ഞാൻ വീശി തന്നോളാം, അങ്ങനെ ചൂടൊന്നും പറഞ്ഞ് പോകേണ്ട ആവശ്യമില്ല, ചേച്ചി എന്തൊക്കെയാലും ഇവിടെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ പിടിച്ചിരുന്നപ്പോൾ ചെറുക്കൻ്റെ കാര്യം എന്ന് പറഞ്ഞ് ജനിച്ചേച്ചി എന്നെ വീണ്ടും എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാനെല്ലാം ഒരു പുഞ്ചിരിയോടെ എല്ലാം കേട്ടിരുന്നു. ആ ടൈമിൽ തന്നെ ജനിച്ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്ക് വല്ലാത്തൊരു രസങ്ങളും കാര്യങ്ങളുമാണ് അല്ലേ കുട്ടാ എന്ന് പറയുമ്പോൾ ഞാൻ ചേച്ചിയെടുത്ത് പറഞ്ഞു, ചേച്ചി എന്താ അങ്ങനെ പറഞ്ഞേ? അല്ല, നിനക്കൊരു ഓരോ ആഗ്രഹങ്ങളുണ്ട്, അതിങ്ങനെ സാധിച്ചു കിട്ടണം, അതിന് വേണ്ടിയിട്ട് നീ ഇങ്ങനെ ഇങ്ങനെ പിന്നാലെ നടന്നുകൊണ്ടിരിക്കും അല്ലേ എന്ന് പറയുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞു, ചേച്ചി എന്നെ നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ, നിന്നെയിപ്പോൾ കാണാൻ തുടങ്ങിയിട്ട് കുറേ സമയമായല്ലോ, അതുകൊണ്ടായിരിക്കും, നിന്നെ കണ്ട സമയത്തെ ഞാൻ ശ്രദ്ധിക്കേണ്ടതായിരുന്നു, ഇത് കുറച്ച് നഷ്ടമായിപ്പോയി എനിക്ക് എന്ന് ചേച്ചി പറയുമ്പോൾ ഞാൻ പറഞ്ഞു, അത് ശരിയാണ്, കുറേ ടൈമിൽ ശ്രദ്ധിക്കേണ്ടതായിരുന്നു, പക്ഷേ ചേച്ചി ആ സമയത്ത് ഭയങ്കര ജാടയായിരുന്നല്ലോ എന്ന് പറഞ്ഞു. ആ ടൈമിൽ ചേച്ചി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനങ്ങനെ ജാടയൊന്നുമില്ല നിന്നെ പോലെ, എന്തായാലും ഡാൻസ് കാണാക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ജനിച്ചേച്ചിയെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചു കൊടുത്തു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ജനിച്ചേച്ചി ഡാൻസിനായിട്ട് ഇറങ്ങി. ആ ടൈമിൽ ചെറിയൊരു ഡാൻസിൻ്റെ പാട്ട് ഞാൻ ഇട്ട് കൊടുത്തു ഫോണിൽ. അങ്ങനെ ജനിച്ചേച്ചി ആ മെഴുകുതിരി വെട്ടത്തിൽ സാരി കൊടുത്തോണ്ട് ഡാൻസ് കളിക്കാൻ, അത് കണ്ട് ഞാൻ ഇരുന്ന് പോയി. ഏകദേശം എന്ത് നല്ല ഭംഗിയായിരുന്നെന്നറിയാമോ ആ കാഴ്ചകൾ. അതിന് ഒരു വല്ലാത്തൊരു അനുഭവമായിരുന്നു എൻ്റെ മനസ്സിൽ. അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോൾ ജനിച്ചേച്ചി ക്ഷീണിച്ച് ആ സോഫയിലേക്ക് തന്നെ വീണങ്ങിയിരുന്നു. ആ ടൈമിൽ എന്താ കുട്ടാ, ക്ഷീണിച്ച് പോയോ എന്നൊക്കെ പറയുമ്പോൾ, നീ ഒന്ന് പോടാ എന്നൊക്കെ ജനിച്ചേച്ചി എൻ്റെ അടുത്ത് തോടുത്തിട്ട് പറയുന്നുണ്ടായിരുന്നു. ആ ടൈമിൽ തന്നെ ഞാൻ ഇറങ്ങി ചെറിയ ചെറിയ ഡാൻസ് കളിച്ചു. ആ സ്റ്റെപ്പെല്ലാം കണ്ട് ജനിച്ചേച്ചി പൊട്ടിച്ചിരിക്കുന്നുണ്ടായിരുന്നു.
അങ്ങനെ ഞാൻ പറഞ്ഞു, ഞാൻ പ്രൊഫഷണൽ ഡാൻസ് ഒന്നുമല്ല, എന്നാലും ഡാൻസും കാര്യങ്ങളൊക്കെ ഞാൻ കളിക്കുന്നില്ല ചേച്ചി എന്നൊക്കെ പറയുമ്പം ഓക്കെ ഓക്കെ നന്നായിട്ട് കളിക്കുന്നുണ്ട് നീ, അപ്പോൾ ഇന്നത്തെ ഡാൻസ് മൊത്തം നീ കളിക്കണം എന്ന് പറയുമ്പോൾ ഞാൻ ചേച്ചിയെ പിടിച്ചങ്ങ് എഴുന്നേൽപ്പിക്കുന്നുണ്ടായിരുന്നു, അങ്ങോട്ട് കളിക്കും ഡാൻസ് എന്നും പറഞ്ഞിട്ട്. അപ്പോൾ ജെനി ചേച്ചി വീണ്ടും അതിനായിട്ട് ഒരുങ്ങുന്നുണ്ടായിരുന്നു. ഈ ഒരു കഥയുടെ അടുത്ത ഭാഗം ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കഥ കേട്ട എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ. അപ്പം ഇനി വീണ്ടും കാണാം അടുത്ത പാട്ടുമായിട്ട്. ഓക്കെ.